ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് കസ്റ്റമർ തരുന്ന അളവ് ബ്ലൗസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ അളവും ഷോൾഡറിൻ്റെ അളവും കറക്റ്റ് ബോഡിയുടെ അളവൊക്കെ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിന് അളവ് ബ്ലൗസിൽ നമുക്ക് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഒരേ ഒരു അളവ് അറിഞ്ഞാൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഓരോ അളവിനും അതിൻ്റേതായ കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യണം എന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡിയത്തെ അളവിൽ വെച്ചിട്ട് തന്നെ ആവണം ആ ഫാർമുല പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതല്ല ബ്ലൗസത്തെ അളവ് അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫാർമുല വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അളവ് തെറ്റിപ്പോവും. അപ്പോൾ അതിനാണ് ഈ കറക്റ്റായിട്ടുള്ള ബോഡിയുടെ അളവ് കിട്ടണം പറയണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്കതിനാദ്യം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അളവ് നോക്കണം കേട്ടോ. അത് കൈക്കുഴിയുടെ ആ റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കുക. എനിക്കിവിടെ 8 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 8 ഇഞ്ച് വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടിയ 8 ഇഞ്ച് അതിൻ്റെ ഒപ്പം പ്ലസ് 1, അതായത് നമുക്ക് ഏത് കൈക്കുഴിയാണ് കിട്ടുന്നത് അതിൻ്റെ ഒപ്പം 1 എന്തായാലും ചേർത്തണം. അത് ഏത് അളവാണെങ്കിലും +1 എന്നുള്ളത് കോമൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന കൈക്കുഴിയുടെ ഒപ്പം +1 ചെയ്യുക. അതിലെനിക്ക് ഇപ്പോൾ ഇവിടെ 9 കിട്ടുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന ആൻസർ × 4. അപ്പോൾ നമുക്ക് കൈക്കുഴിയിൽ എത്രയാണോ അളവ് കിട്ടുന്നത് അതിൻ്റെ ഒപ്പം +1 ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ആൻസറിന് × 4. അപ്പോൾ ഈ 4ഉം ഈ 1ഉം കോമൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് കറക്റ്റ് നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റ്. എനിക്കിവിടെ 36 കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ കറക്റ്റ് അളവ് 36. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമുക്ക് ബാക്കിയുള്ള അളവുകൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബോഡിയുടെ അളവ് കിട്ടി. ഇനി ഷോൾഡറിൻ്റെയും നെക്കിൻ്റെയും കിട്ടണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ 8 + 1 ചെയ്യുക. അപ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. അതായത് നമ്മുടെ ബോഡി അളവിൽ നമ്മൾ ആദ്യം എന്താണോ ചെയ്ത് അത് തന്നെ താഴെയും ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൽ 8 + 1 9 കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ÷ 2 ചെയ്യുക. നേരത്തെ നമ്മൾ × 4 ചെയ്ത് ബോഡിയുടെ അളവ് കിട്ടി. ഇതിൽ നമ്മൾ ÷ 2 ചെയ്താൽ നമുക്ക് 4.5 കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അളവ് കിട്ടുന്നത് ആ അളവിനെ എടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റ് ഷോൾഡറായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കുക. അപ്പോൾ നമ്മൾ ഇതേമാതിരി തുണീനെ 4 മടക്കിയിട്ടിട്ട് നമുക്ക് ആദ്യം 9 കിട്ടി. അതായത് കൈക്കുഴിയുടെ ഒപ്പം 1 പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് ഏത് ആൻസറാണോ കിട്ടിയത് അത് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മടക്ക് ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ നിന്നും നമുക്കിപ്പോൾ 9നെ ÷ 2 ചെയ്തപ്പോൾ നമുക്ക് ഏത് ആൻസറാണോ കിട്ടിയത് അതിവിടെ മാർക്ക് ചെയ്യാം. എനിക്കിവിടെ 4.5 കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാനത് 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എത്രയാണോ ചെറിയ ഷോൾഡർ ഉണ്ടല്ലോ അപ്പോൾ എത്രയാണോ വേണ്ടത് അത് ആദ്യം നോക്കണം കേട്ടോ. അളവ് ബ്ലൗസിൽ അവർ എത്രയാണ് ഷോൾഡർ കൊടുത്തിരിക്കുന്നത് ആ അളവും കറക്റ്റ് റെഡി അളവും അതിൻ്റെ ഒപ്പം തയ്യൽ തുമ്പും വിടുക. എനിക്കിവിടെ 2 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ +1 ഇഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ തയ്യൽ തുമ്പിന് വേണ്ടി. 1/2 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത്, ചിലർ 1/4 ഇഞ്ചായിരിക്കും, ചിലർ 1/4 ഇഞ്ച് +1 പോയിൻ്റ്, അങ്ങനെ എത്രയാണോ നിങ്ങൾ തയ്യൽ തുമ്പ് വിടുക ആ തയ്യൽ തുമ്പ് പ്ലസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 3 ഇഞ്ചാണ്, അതായത് തയ്യൽ തുമ്പ് എനിക്ക് 3 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 3നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ 3 ഇഞ്ച് കിട്ടി. അപ്പോൾ എനിക്കിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 1.5 ഇഞ്ചാണ്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ അളവ് കിട്ടുന്നത് ആ അളവിനെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തുവല്ലോ, ആ 4.5 ഇഞ്ചിൻ്റെ 2 ഭാഗത്തായിട്ടും 1.5 മാർക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആ ചെറിയ ഷോൾഡർ വേണ്ട അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 ഭാഗത്തും കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് അളന്ന് നോക്കാം. ചെറിയ ഷോൾഡറും കിട്ടി, നെക്കിൻ്റെ അളവും കിട്ടി. ഇപ്പം നമുക്ക് ഫുള്ളായിട്ട് അളന്ന് നോക്കുമ്പോൾ 6 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ 6 ഇഞ്ചിന് താഴെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കി എടുക്കുക. ഇത് കൈക്കുഴിയുടെ അളവൊക്കെ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി കഴുത്തിൻ്റെ അളവ് നോക്കാം. എനിക്കിവിടെ 3 ഇഞ്ചാണ്, അതായത് റെഡി അളവാണ് 3 ഇഞ്ച് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ഇഞ്ച് ഈ 36 സൈസിന് ഒരുപാടായി പോവില്ലേ, ഷോൾഡർ ഇറങ്ങി പോവില്ലേ എന്നൊന്നും ആലോചിക്കേണ്ട. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഷോൾഡർ ഇറങ്ങാതെ നമുക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേപോലെ അളവ് ബ്ലൗസ് വെച്ചിട്ടും സ്കെയിൽ ഉപയോഗിച്ചിട്ടൊക്കെ ഒരുപാട് നമ്മൾ ഈ കഴുത്തിൻ്റെ വിത്തും അതേപോലെ ഷോൾഡറും കണ്ടുപിടിക്കാനാണ് നല്ല പാട്. അളവ് ബ്ലൗസിൽ നിന്നും അവരെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ചിലപ്പോൾ റൗണ്ട് നെക്ക് തന്നെ ആയിരിക്കില്ല, എന്നാൽ കസ്റ്റമർ എനിക്കത് കറക്റ്റാണെന്ന് പറയും. അപ്പോൾ നമുക്കത് ഒരുപാട് അളവെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഈ ലെവലിൽ ഇപ്പം ഞാൻ പറഞ്ഞു തന്ന മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്കിൻ്റെ വിത്തും അതേപോലെ തന്നെ ലെങ്ത്ത് പിന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ് അളവ് ബ്ലൗസിൽ നിന്നും.
അപ്പോൾ അതൊക്കെ കസ്റ്റമർ പറയുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അളവും കറക്റ്റ് ബോഡിയുടെ അളവും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇപ്പോൾ കിട്ടിയ ആ ബോഡിയുടെ അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട്, അതായത് 36 സൈസിന് ഇത്ര കൈക്കുഴി വെക്കണം, ഇത്ര കഴുത്ത് വെക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന ബ്ലൗസിൽ നൂലൊക്കെ വേറെ കളറാണ് ഇട്ട് അടിച്ചിരിക്കുന്നത്. അത് ഇവിടെ പഠിക്കാൻ വരുന്ന ചേച്ചിമാർ സ്റ്റിച്ച് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ വ്യത്യാസം, അതായത് നൂലും ക്ലോത്തും വേറെ വേറെ കളറിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി.